പട്ടാമ്പിയിലെ കോൺഗ്രസിൽ തർക്കങ്ങളില്ലെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.പി. ഷാജി. കഴിഞ്ഞ 10 വർഷമായി വികസന മുരടിപ്പ് നേരിടുന്ന പട്ടാമ്പിയിൽ ഇത്തവണ മാറ്റമുണ്ടാകും. യു.ഡി.എഫ് വിജയിക്കുമെന്നും ടി.പി. ഷാജി 24-നോട് പറഞ്ഞു. എങ്ങനെയുണ്ട് പട്ടാമ്പിയിലെ പ്രതീക്ഷകൾ? തിരിച്ചു പിടിക്കുമോ? വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ശേഷം പ്രവർത്തിക്കാൻ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും എല്ലാ പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് മാറണം എന്നുള്ള ചിന്ത ജനങ്ങൾക്കുണ്ട്. ആയതുകൊണ്ട് തന്നെ ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് പട്ടാമ്പി നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് പരിപൂർണമായി പ്രതീക്ഷിക്കുന്നത്. സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങൾ വന്നിരുന്നു. അതായത് ഇപ്പോൾ റിയാസ് മുക്കോളിയെ പരിഗണിച്ചിരുന്നു. അവസാന നിമിഷം അങ്ങയുടെ പേരാണ് വന്നത്. ഐക്യകണ്ഠേനമായി അങ്ങയുടെ പേര് തീരുമാനിക്കപ്പെട്ടു. അപ്പോൾ അത്തരത്തിലൊരു ഭിന്നതയൊക്കെ വന്നിരുന്നു. അതെല്ലാം പരിഹരിക്കപ്പെട്ടോ കോൺഗ്രസിനകത്തുണ്ടായോട്? വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പല തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവാറുണ്ട്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് 2ഉം 3ഉം പേരുകളും വരാറുണ്ട്. അതിൽ AICCക്ക് അല്ലെങ്കിൽ KPCC അടക്കമുള്ള നേതാക്കൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഒരു ഏക പേരിലേക്ക് എത്തുന്നത്. ആ പേരിലേക്ക് എത്തുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എന്ന നിലയിൽ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ തരത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളത് കോൺഗ്രസിൻ്റെ UDFൻ്റെ സംസ്ഥാന നേതൃത്വം അതിലിടപെട്ട് അത് പരിപൂർണമായി പരിഹരിച്ചു എന്ന് മാത്രമല്ല, റിയാസ് മുക്കോളി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ കൂടെ വളരെ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ 3ാം വട്ടവും എതിർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സിറ്റിംഗ് MLA ആയ മുഹമ്മദ് മൂസിൻ തന്നെയാണ് എതിർ സ്ഥാനാർത്ഥി. അതെങ്ങനെ നോക്കിക്കാണുന്നു? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തകരൊക്കെ മുന്നോട്ട് വരുന്നത്. സ്വാഭാവികമായും അതിൽ ഒരു സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ ഒരു മുന്നണി എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എത്ര വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളാണെങ്കിലും അവരെ മാറ്റി നിർത്തിയാൽ മാത്രമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു ഭരണം നേടാൻ സാധിക്കൂ, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഭരണത്തിൽ വരാൻ സാധിക്കുള്ളൂ. പട്ടാമ്പിയിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി നമ്മളോട് പങ്കുവെക്കുന്നത്. രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.